വടിവാളുമായി ബസ് ആക്രമിച്ച ഗുണ്ടയെ കർണാടക പോലീസ് വെടിവെച്ച് വീഴ്ത്തി. മംഗളൂരു ദേശീയപാതയിൽ ദേവരായ പട്ടണത്ത് രാത്രികാല സർവീസ് നടത്തുന്ന ബസ് ആക്രമിച്ച കേസിലെ പ്രതിയെ പോലീസ് കാലിൽ വെടിവെച്ച് വീഴ്ത്തി പിടികൂടുകയായിരുന്നു. ഹാസൻ സ്വദേശി മനു ആണ് പിടിയിലായത്. ಅಣ್ಣ ಬಿಟ್ಕೊಡಿ, ಹೊಡೀರಿ ಹೇಳ್ತೀನಿ ಅಣ್ಣ, ಹೊಡೀರಿ. ಭಾರತ್ കെ ബി ശ്രീധരനാണ് വിവരങ്ങളുമായുള്ള. ശ്രീധരൻ, ഇപ്പോൾ ഇയാൾ ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇത്. എത്ര സമയത്തിനകമാണ് പോലീസ് ഇയാളെ പിന്നെ വെടിവെച്ച് വീഴ്ത്തിയത്? ദിവിഷ, ഇന്നലെ പുലർച്ചെയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്ന സംഭവം ഉണ്ടാകുന്നത്. അതായത് മംഗളൂരു ദേശീയപാതയിൽ ഹാസന് സമീപം വെച്ചാണ് ഈ അതിക്രമം ഉണ്ടാകുന്നത്. അതിൽ നിസാര കാര്യത്തിൻ്റെ പേരിലാണ് ഇത്രയും വലിയ ഒരു അക്രമം ഇയാൾ നടത്തുന്നത്. അതായത് ഇയാൾ സഞ്ചരിക്കുന്ന കാറിനെ ബസ് മറികടന്നു. ഇതിന് പ്രകോപിതനായിട്ടാണ് ഇയാൾ ഡ്രൈവറോട് വളരെ മോശമായി പെരുമാറുകയും തുടർന്ന് കാറിൽ നിന്ന് വടിവാളെടുത്ത് ചില്ലിൽ വെട്ടുകയും കേടുപാടുകൾ വരുത്തുകയും ചെയ്യുന്നത്. ഈ ദൃശ്യങ്ങൾ ഇന്നലെ രാവിലെ മുതൽ തന്നെ കാര്യമായിട്ട് പ്രചരിച്ചു. ഇന്നലെ രാത്രിയോടെയാണ് ഇയാളെ പിടികൂടിയത്. ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെ ഇയാൾ ബംഗളൂരുവിലേക്ക് ഒളിവിൽ പോയിരുന്നു. ബംഗളൂരുവിൽ നിന്നാണ് ഹാസൻ പോലീസ് ഇയാളെ പിടികൂടുന്നത്. ഈ പിടികൂടി ഇയാളെ തിരിച്ച് ഹാസനിലേക്ക് കൊണ്ടുപോകുന്ന വഴി ഇയാൾ രക്ഷപ്പെടാനും ശ്രമിച്ചു. പോലീസ് വാഹനം അല്പം ഒന്ന് നിർത്തിയപ്പോൾ വേഗത കുറച്ചപ്പോഴാണ് ഇയാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തുടർന്നാണ് പോലീസ് ഇയാൾക്ക് നേരെ വെടി വെച്ചത്, നിറയൊഴിച്ച് ഇയാളെ വീഴ്ത്തിയത്. ഏതായാലും കാലിൽ വെടിയേറ്റ ഇയാൾ ഇപ്പോൾ ചികിത്സയിലാണ്. വലിയ അതിക്രമം തന്നെയാണ് ഇയാൾ കാണിച്ചെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കുറേ സമയത്തോളം യാത്രക്കാരെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയായിരുന്നു ഇയാളുടെ അതിക്രമം. ഈ ഗുണ്ടാ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടയാളാണ് ഈ ഹാസൻ സ്വദേശിയായിട്ടുള്ള ഈ മനു എന്ന യുവാവ്. കൊലപാതകം ഉൾപ്പെടെ നിരവധി കേസുകളും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ക്രമസമാധാന നിലയെ ചൊല്ലി വലിയ ആശങ്ക ഉയർത്തുന്ന സംഭവങ്ങളാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.